റിയാസുമായി ബന്ധപ്പെട്ട് പല നിർണായക വിവരങ്ങളും പുറത്തു വരികയാണ്. ഈ ജ്യോതി മൽഹോത്രയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് 75 ലക്ഷത്തിലധികം ടൂറിസം വകുപ്പിന് ചെലവായതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ 75 ലക്ഷം രൂപ ആര് ലക്ഷ്യമിട്ടായിരിക്കും നീങ്ങിയിരിക്കുന്നത്? ഈ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെയാണ് റിയാസിൻ്റെ പ്രവൃത്തി വന്ന് ഭവിച്ചിരിക്കുന്നത്. 75 ലക്ഷം രൂപ കൊടുത്ത് കേരള ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ചാരപ്രവൃത്തി നടത്തുന്ന ഒരു സുന്ദരിയെയാണ്. അതാണ് റിയാസ് പുലിവാല് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് വാസ്തവത്തിൽ റിയാസ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഇതിലെ ഏറ്റവും സങ്കീർണമായൊരു കാര്യം ഇതിനകത്തുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ഇവർ കേരളത്തിൽ വന്നത് എന്തിനാണ്, എവിടെയൊക്കെ പോയി, ആരെയൊക്കെ ഇവർ കണ്ടു, ഇവിടുത്തെ സഹായികൾ ആരൊക്കെയാണ്, ഈ കേരള സർക്കാരുമായിട്ട് ഇവരെ ബന്ധപ്പെടുത്തിയത് ആരാണ്, അതോ കേരള സർക്കാർ അങ്ങോട്ട് ബന്ധപ്പെട്ടതാണോ, ടൂറിസം വകുപ്പ് അങ്ങോട്ട് ബന്ധപ്പെട്ടതാണോ, തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അന്വേഷിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് NIA. ഇപ്പോൾ നമുക്കറിയാം, ഇവർ അറസ്റ്റിലായി, ചാരവൃത്തിക്ക് അറസ്റ്റിലായി, കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലാണ്. അവരുടെ പുറത്തുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒരു കാരണവശാലും ജാമ്യം കിട്ടില്ല. ഇവരടക്കം 12 പേരാണ് പിടിയിലായത്. ഇത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടാണ് ഈ അറസ്റ്റൊക്കെ നടന്നിരിക്കുന്നത്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് കേരളത്തിലെ ടൂറിസം പ്രചരിപ്പിക്കാം എന്ന ഉപദേശം ഈ റിയാസിന് ആര് നൽകി, ഏത് കമ്പനി, ഏത് PR കമ്പനിയാണ് അത് നൽകിയത്, ഏത് PR കമ്പനി ഇടപെട്ടിട്ടാണ് ജ്യോതി മൽഹോത്ര എന്ന ഈ ഹരിയാന സ്വദേശിയെ കേരളത്തിൽ എത്തിച്ചത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറയേണ്ടത്. അത് റിയാസ് മിണ്ടുന്നില്ല, അതിനെക്കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല. അപ്പോൾ അതിനകത്ത് എന്തോ ദുരൂഹതയുണ്ട്. ഈ ഇപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് അറിയാവുന്ന, നമ്മൾ അറിയേണ്ടുന്നൊരു കാര്യമാണല്ലോ, ആര് വഴിക്കാണ് ഇതൊക്കെ നടന്നത്, ഇവരെ തമ്മിൽ കണക്ട് ചെയ്തത് ആരാണ്? ഒരു സുപ്രഭാതത്തിൽ റിയാസിന് വെളിപാടുണ്ടായിട്ട്, ടൂറിസം മന്ത്രിക്ക് വെളിപാടുണ്ടായിട്ട് വിളിച്ചു വരുത്തിയതല്ലല്ലോ ജ്യോതി മൽഹോത്രയെ. എന്നിട്ട് വിളിച്ചു വരുത്തി അവർക്ക് ഈ കൊച്ചി അടക്കമുള്ള തന്ത്രപ്രധാന സ്ഥലങ്ങൾ, നമ്മുടെ കപ്പൽ നിർമ്മാണശാല, അതുപോലെ തന്നെ നേവൽ ബേസ്, ഈ ഏഴിമല നേവൽ അക്കാഡമിയുടെ അടുത്ത് ഒരു ക്ഷേത്രത്തിൽ അവിടുത്തെ തെയ്യം, ഇതൊക്കെ ചിത്രീകരിക്കാൻ അവർ പോയി. അതൊക്കെ ചിത്രീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ ചിത്രീകരിക്കാൻ ഇവർക്ക് ഇതെല്ലാം ചിത്രീകരിച്ച് യൂട്യൂബിൽ വീഡിയോ ചെയ്യാനായിട്ട് 75 ലക്ഷം രൂപയാണ് കൈമാറിയത്. 3/4 കോടി രൂപ. നമ്മളൊന്ന് ആലോചിക്കണം. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഒരു ചാരപ്രവൃത്തി നടത്തിയ, പാകിസ്ഥാനുമായി ബന്ധമുള്ള ഒരു ചാരസുന്ദരിയെ വിളിച്ചു വരുത്തി 3/4 കോടി രൂപ കൊടുത്ത് ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഈ കലാപരിപാടികളൊക്കെ ടൂറിസം മന്ത്രി നടത്തിയത്. ഇനി ഇവർ അറസ്റ്റിലാകാനുള്ള ഒരു പ്രധാന കാരണം, ഈ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ആരംഭിക്കുന്നതിൻ്റെ തലേന്ന് ഇവർ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ കണ്ടിരിക്കുന്നു. എഹ്സാനുൽ റഹീം എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇവർ സന്ദർശിച്ചതായിട്ട് NIA സാക്ഷ്യപ്പെടുത്തുന്നു. അതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഇവർക്ക് പാക് ഹൈക്കമ്മീഷനിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധമുണ്ട്. അവർ വഴി ഇവർ കറാച്ചിയിലും ലാഹോറിലും ഇസ്ലാമാബാദിലും ഒക്കെ പോകുന്നു. അവിടെ ഈ ISIയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ കാണുന്നു. ഇവർ പാകിസ്ഥാനിൽ ചെല്ലുമ്പോൾ ഇവർക്ക് അകമ്പടി സേവിക്കുന്നത് പാക് സൈന്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ വലിയ ദുരൂഹത ഉണർത്തുന്നതാണ്. ഈ പശ്ചാത്തലത്തിൽ എന്തിനാണ് ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ തലേ ദിവസം ഇവർ ഈ പാക് ഹൈക്കമ്മീഷനിലെ എഹ്സാനുൽ റഹീം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ കണ്ടത്? അയാൾക്ക് എന്തൊക്കെ വിവരങ്ങൾ ഇവർ കൈമാറിയിട്ടുണ്ട്? ഏതെങ്കിലും സൈനിക രഹസ്യങ്ങൾ ചോർത്തി ഇവർ കൈമാറിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ്. ഇപ്പോൾ അവരെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അവർ സത്യം പറയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ NIA അപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കൃത്യമാണ്. ഇതിൽ അല്ലേ കൃത്യമായ അന്വേഷണം നടക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നത്. വളരെ ദുരൂഹതയുണ്ട്. റിയാസ് പറയും പോലെ വലിയ ലാഘവത്തോടെയാണ് പറയുന്നത്. മാധ്യമപ്രവർത്തകർ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നമ്മളുടെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ഇത്തരം ഒരു സ്ത്രീയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന ലാഘവത്തോടു കൂടിയുള്ള ഒരു നിസ്സാരവൽക്കരിക്കുന്ന പ്രസ്താവനയെല്ലാം വെറുതെയാണ്. കേന്ദ്രം കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ശ്രീത്തെ മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഈ പശ്ചാത്തലത്തിൽ റിയാസിൻ്റെ വിദേശയാത്രകൾ അന്വേഷിക്കണ്ടേ?
റിയാസ് മുഖ്യമന്ത്രിക്കൊപ്പവും ഭാര്യയ്ക്കൊപ്പവും ഒക്കെ വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. അത് അന്വേഷിക്കേണ്ടെന്നാണോ പറയുക? റിയാസ് അപരാധിയാണ്. അത് കേരളത്തിന്റെ വികസനം നമ്മൾ കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം. ഞാൻ വികസന വിരോധിയല്ല. റിയാസ് കുഴപ്പക്കാരനാണെന്നല്ല അവർ അവകാശപ്പെടുന്നത്. അതെ, റിയാസും കുടുംബവും കറങ്ങാൻ പോകുമ്പോൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ വികസനം കൊണ്ടുവരാനാണ്, കണ്ടു പഠിക്കാനാണ് പോകുന്നത്. അതെ, കണ്ടു പഠിച്ചതിന്റെ ഫലമാണല്ലോ ഇപ്പോൾ. കണ്ടുപഠിച്ചത് ഇപ്പോൾ കൊണ്ടുപഠിച്ചു അല്ലേ? റിയാസ് അപരാധിയാണെന്നോ കുറ്റം ചെയ്തിട്ടുണ്ടെന്നോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ദുരൂഹതയുടെ ചുരുളഴിക്കണം, അത് നിർബന്ധമാണ്. അങ്ങനെയൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് കയറി അങ്ങനെ ആർക്കും കോലിട്ട് ഇളക്കാൻ നിന്നു കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ പണ്ട് 2014 മുമ്പ്. ഇപ്പോൾ ഭരിക്കുന്നത് ആണുങ്ങളാണ്. അത് റിയാസിൻ്റെ മുന്നണിയിലുള്ള നിരവധി മന്ത്രിമാർ പറഞ്ഞു കഴിഞ്ഞു. പഴയതുപോലെ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തെ പിത്തലാട്ടമൊന്നും നടക്കില്ല. ഇപ്പോൾ നല്ല ആമ്പിള്ളരാണ് രാജ്യം ഭരിക്കുന്നതെന്ന് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പല മന്ത്രിമാരും സാക്ഷ്യപ്പെടുത്തിയതാണ്. ഇവിടെ റിയാസ്, ഈ പശ്ചാത്തലത്തിൽ റിയാസിൻ്റെ വിദേശയാത്രകൾ പോലും അന്വേഷിക്കേണ്ടതുണ്ട്. ഈ റിയാസ് ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു? കാരണം ഈ റിയാസിനെ ഇവരുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ജ്യോതി മൽഹോത്രയുമായിട്ട് കണക്ട് ചെയ്തത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ഇതുവരെ വന്നിട്ടില്ല. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മാത്രമേ എന്തിന് ഇവർക്ക് 75 ലക്ഷം രൂപ കൊടുത്തു ഈ ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഈ വീഡിയോ ചിത്രീകരിച്ചു? എന്തിനാണ് അത്? ആരുടെ ഉപദേശപ്രകാരമാണ് റിയാസ് ടൂറിസം മന്ത്രി ഇത് ചെയ്തത്? ഈ പറയുന്ന PR കമ്പനിയാണോ? ഏതെങ്കിലും ഒരു PR കമ്പനിയാണോ? എങ്കിൽ അവരുടെ പശ്ചാത്തലം എന്താണ്? അവർ എവിടെ, ഏത് ആസ്ഥാനം, അവരുടെ ആസ്ഥാനം എവിടെയാണ്? അവർ ആരെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ജ്യോതി മൽഹോത്ര അല്ലാതെ വേറെ ഏതെങ്കിലും യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിനെ റിയാസ് കണ്ടിട്ടുണ്ടോ? ടൂറിസം വകുപ്പ് ബന്ധപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ അറിവിൽ അതിനെക്കുറിച്ചൊന്നും ഒരു വിവരങ്ങളും ലഭിക്കുന്നില്ല. അതെല്ലാം ഇനി കൃത്യമായി അന്വേഷിക്കണം. അതുകൊണ്ടാണ് അന്വേഷിക്കണം. NIA അന്വേഷിച്ചേ പറ്റുള്ളൂ. പ്രത്യേകിച്ചും ഈ കണ്ണൂർ, കൊച്ചി, ഈ 2 ജില്ലകളിലും തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ അവർ സന്ദർശനം നടത്തിയിരിക്കുന്നു. അതിൻ്റെ പരിസരത്തെത്തിയിരിക്കുന്നു. ഇവിടെയുള്ള ആരെയെങ്കിലും ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ടോ? അതുപോലെ മട്ടാഞ്ചേരിയിലെ ഈ വിവിധ ആരാധനാ കേന്ദ്രങ്ങൾ നമുക്കറിയാം. അവിടെ ഒരു പഴയ ജൂതപ്പള്ളിയുണ്ട്. ഈ ജൂതപ്പള്ളി അടക്കം അവർ, മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി അടക്കം അവർ സന്ദർശിച്ചിരിക്കുന്നു. അതിൻ്റെ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നു. ഇതൊക്കെ വലിയ ദുരൂഹതയുണർത്തുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം ഒരുപാട് ടൂറിസ്റ്റുകൾ കേരളത്തിൽ വരുന്നുണ്ട്. അവർ ഫോട്ടോ എടുക്കുന്നു, ഈ പ്രകൃതി രമണീയമായ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ആർക്കും ഒരു അസ്വാഭാവികതയും തോന്നുന്നില്ല, ഒരു ദുരൂഹതയും തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ ഒരാൾ ചാരവൃത്തി കേസിൽ അറസ്റ്റിലാകുകയും നിരന്തരം പാക് ഹൈക്കമ്മീഷനുമായിട്ട് ബന്ധപ്പെടുകയും പാകിസ്ഥാൻ സന്ദർശിക്കുകയും അവിടുത്തെ ഉന്നത ISI ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കാൻ സാധിക്കില്ല എൻ്റെ പൊന്ന് റിയാസെ. അതിന് ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. അത് ഈ പറഞ്ഞതുപോലെ ജ്യോതി മൽഹോത്രയെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യുകയും മറ്റ് തെളിവുകൾ ശേഖരിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. NIA അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളും. ഇവിടെ കേരളത്തിലേക്ക് അവരെ എന്തിനാണ് വിളിച്ചു വരുത്തിയത്? ആരാണ് അവരെ വിളിച്ചു വരുത്താൻ ആവശ്യപ്പെട്ടത്? ആരാണ് റിയാസിന് ഇത്തരത്തിലുള്ള ഈ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ഉപയോഗിച്ച് കേരള ടൂറിസം പ്രൊമോട്ട് ചെയ്യാനുള്ള ഉപദേശം കൊടുത്തത്? എന്തായാലും റിയാസിൻ്റെ ബുദ്ധിയിൽ പെട്ടെന്ന് പൊട്ടിവിടർന്നതൊന്നും അല്ല എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ 75 ലക്ഷം രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ അത് ജനങ്ങളുടെ നികുതിപ്പണമാണ് എന്നുള്ള ഓർമ്മ മന്ത്രിക്ക് വേണം. മന്ത്രി അതുകൊണ്ട് തന്നെ അതിലെ പൈസ പോലും അക്കൗണ്ടബിൾ ആണ്. അതിന് കണക്ക് പറയേണ്ടി വരും. അത് കൃത്യമായിട്ട് ഈ രാജ്യത്ത് അതിനൊരു സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകും. റിയാസ് ഇതിനകത്ത് ഉത്തരം പറയേണ്ടി വരും. അതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ ദുരൂഹത മാറണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ആദ്യം അറിയേണ്ടത് ആരാണ് ഈ ജ്യോതി മൽഹോത്രയെ കേരളത്തിൽ കൊണ്ടുവന്നത്. റിയാസ് സ്വയം താല്പര്യമെടുത്ത് ജ്യോതി മൽഹോത്രയുമായിട്ട് നേരത്തെ റിയാസിന് പരിചയമുണ്ടായിരുന്നോ? അടുപ്പമുണ്ടായിരുന്നോ? റിയാസ് മുൻകൈ എടുത്താണോ അവരെ കൊണ്ടുവന്നത്? അതോ മറ്റാരെങ്കിലും പറഞ്ഞിട്ടാണോ അവരെ എത്തിച്ചത്? എങ്കിൽ ആ മറ്റാരെങ്കിലും ആരാണ്? അതിന് ഉത്തരമാണ് റിയാസ് പറയേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.